ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റിച്ചുട്ടൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ റിച്ചുട്ടൻ എണീക്കണത് ഒരു 7 മണി കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ സാധാരണ എണീക്കൽ. നീങ്ങാനും വൈകി ഉറങ്ങുക അല്ലെങ്കിൽ പിന്നെ നേരത്തെ ഉറങ്ങുകയൊക്കെ ചെയ്യും. നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ നേരത്തെ എണീക്കും. ഇനി വൈകി ഉറങ്ങുകയാണെന്ന് വെച്ചാൽ ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പോൾ എന്തായാലും എണീപ്പിക്കും കേട്ടോ. നേരമൊക്കെ ആകുമ്പോൾ അവൻ്റെ അച്ഛന് വർക്കിന് പോകുന്നതിന് മുന്നേ അവൻ എണീറ്റ് അവനും അവൻ്റെ അച്ഛനും കൂടിയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കാറ് രാവിലത്തെ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് 7 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. എണീറ്റ പാടെ അവന് അച്ഛനെ കണ്ടപ്പോൾ കിടക്കുന്ന ടൈമിൽ രാജേട്ടൻ ഉണ്ടായിരുന്നില്ല. കാരണം അവർ ശനിയാഴ്ച വൈകുന്നേരം കൊട്ടിയൂർക്കുണ്ടല്ലോ അമ്പലം, കൊട്ടിയൂർ അമ്പലത്തേക്ക് പോയിരുന്നേ. അതുകൊണ്ട് ഞായറാഴ്ച ഞങ്ങൾ സൺഡേ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ തിങ്കളാഴ്ച പുലർച്ചെ ഒരു 2 മണിക്കാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ റിച്ചുട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എണീക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ആദ്യമൊന്നും പൊതുവേ റിച്ചുട്ടൻ രാവിലെ എണീക്കുമ്പോൾ അവന് അച്ഛനായിട്ട് വലിയ കൂട്ടുണ്ടാവില്ല. കുറച്ചങ്ങോട്ട് സമയം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അവർ തമ്മിലൊന്ന് ജോയിൻ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അവന് ഒരു ടോയൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ സന്തോഷമൊക്കെ ആയി. പിന്നെ അച്ഛനായിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് അച്ഛൻ്റെ കൂടെ കളിക്കാനായി കേട്ടോ. എന്നും അവൻ എന്തെങ്കിലും ടോയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെയാണ്. പിന്നെ കുറച്ച് ദിവസം ആ ഒരു ടോയ് മാത്രമേ അവന് ആവശ്യം ഉണ്ടാവുകയുള്ളൂ. ഈയിടെ അവനൊരു കാറൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അതും അങ്ങനെ തന്നെയാണ്. കിടക്കുമ്പോഴും പുറത്ത് കളിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കഴിക്കുകയാണെങ്കിലും അങ്ങനെ എന്ത് പരിപാടി നമ്മൾ ആ ടോയ് മാത്രം കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിപ്പാട്ടം കൊണ്ട് കളിച്ച് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് അവൻ ആദ്യത്തെ പരിപാടി പറയണത് അവൻ്റെ കുറച്ച് ഗപ്പി മീനുകളുണ്ട്, അതിന് തീറ്റ കൊടുക്കലാണ് കേട്ടോ. എന്നും അവനും അവൻ്റെ അച്ഛനാണ് അതിന് തീറ്റയൊക്കെ കൊടുക്കാറ്. അപ്പം ഇന്ന് രാജേട്ടൻ കുറച്ച് വൈകിയായി എണീക്കാന്ന് അതിനെ കിടക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പം ഞാനാണ് റിച്ചുവിന് തീറ്റയൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ റിച്ചാപ്പിക്ക് നമ്മൾ പല്ല് തേച്ച് കൊടുത്തു കേട്ടോ. പല്ല് തേച്ച് കൊടുക്കൽ സാധാരണ നമ്മൾ ബാത്റൂമിൻ്റെ അവിടെ നിന്നിട്ടാണ് പല്ല് തേക്കാറ്. ഇന്ന് ചെറിയ ചാറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് തന്നെ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തു. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ റിച്ച് പിന്നെ ആ ടോയ്സ് കൊണ്ട് കളിക്കാൻ വേണ്ടി പിന്നെയും റൂമിലേക്ക് പോയിട്ടോ. പിന്നെ പിടിച്ച് കൊടുന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ചട്നിയൊക്കെ ആയിരുന്നു. അവന് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ തന്നെ കേട്ടോ രാവിലത്തെ ഭക്ഷണങ്ങളൊക്കെ അവൻ തന്നെയാണ് കഴിക്കൽ. നമ്മൾ വെച്ച് കൊടുക്കാറുള്ളൂ ചെയ്യാറ്. അതുപോലെ ഉച്ചയ്ക്കും സാധാരണ കൊടുക്കുകയാണെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഉച്ചയ്ക്കൊക്കെ ഞാൻ തന്നെ വാരി കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അവന് കഴിച്ചു. കഴിഞ്ഞ് നേരെ അവന് കൈയൊക്കെ പോയി കഴുകി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ച കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച പുലർച്ചെയാണ് രാജേട്ടൻ വന്നത്. അപ്പോൾ ഞാൻ അവന് കുറച്ച് സാധനങ്ങളൊക്കെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, കുറച്ച് ചോളപ്പൊരിയും പോപ്കോണൊക്കെ ഉണ്ടല്ലോ, പോപ്കോണും പിന്നെ അൽവ, പിന്നെ അവിടുത്തെ പ്രസാദം, ഒരു എന്താ പറയുക നെയ്പ്പായസം അങ്ങനെ എന്തോന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഒരു ബർഫി പറഞ്ഞിട്ടൊരു സാധനം, ഒരു ഈത്തപ്പഴം കൊണ്ടുള്ള ബർഫി പറഞ്ഞിട്ടൊരു സാധനം അങ്ങനെയൊക്കെ കൊടുന്നായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം രാവിലെ തന്നെ കാണിച്ചു കൊടുത്തില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ കാണിച്ചു കൊടുത്താൽ അവന് അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ അധികം അവന് പോപ്കോൺ വേണമെന്നാകും വാശി പിടിക്കുക വിചാരിച്ച്. അപ്പോൾ അവന് ആ പായസം വേണമെന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ച് കൊടുക്കുക വിചാരിച്ചിട്ടോ. തുള്ളിച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലോണം കഴിക്കുമെന്ന്. എവിടെ കഴിച്ചത് തന്നെയല്ല, വെറുതെ കുറച്ചൊന്ന് തോണ്ടി നോക്കി എന്നല്ലാതെ. അത് പിന്നെ അവിടെ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ച് പിന്നെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പിന്നെയും പൊട്ടിച്ചു കൊടുത്തിട്ടോ. ഇതാണ് കേട്ടോ നെയ്പ്പായസം എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണ പായസം ഉണ്ടല്ലോ, സെയിം സാധനം തന്നെയാണ്. ഞാൻ വിചാരിച്ചത് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ഒരു കൂട്ടുണ്ടാവില്ല അതാണെന്ന് വിചാരിച്ചു. പക്ഷേ അരവണ കേട്ടോ. അരവണ ആയതുകൊണ്ട് എനിക്കിഷ്ടമാണ്. ഈത്തപ്പഴത്തിൻ്റെ ആകുമ്പോൾ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ റിച്ചുവിന് കൊടുത്ത് നോക്കി. അപ്പോൾ റിച്ചുവിന് വല്ലാത്ത താല്പര്യം തോന്നിയിട്ടില്ല. അവന് കുറച്ച് കഴിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചിട്ടോ. പിന്നെ അവന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അപ്പോൾ ഞാനത് ചെറുതായിട്ട് കുറച്ച് പൊട്ടിച്ചിട്ട് അപ്പോൾ തന്നെ ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടോ. നമ്മൾ റിച്ചാപ്പിക്ക് പോപ്കോണൊക്കെ പൊട്ടിച്ചു കൊടുത്തപ്പോൾ അവന് കുറച്ച് നേരം കൂടിയൊക്കെ റൂമിലിരുന്നിട്ട് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവന് കൊടുന്ന സാധനം വെച്ചിട്ട് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. അതിന് ആ സമയത്തിൽ ഞാൻ പോയിട്ട് ചായ കുടിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അലക്കാനുള്ളതും നമ്മൾ സോപ്പ് പൊടിയിലിടും. പിന്നെ അതിന് ശേഷം റിച്ചുവിനെ എണ്ണ തേപ്പിക്കും കേട്ടോ. പിന്നെ ഞാൻ അലക്കി വന്നതിന് ശേഷമാണ് റിച്ചപ്പിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യൽ. അതുവരെ പിന്നെ അവന് നമ്മളെ മുറ്റത്ത് കൂടെ അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ പുല്ലിറക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും. അവനെ എണ്ണ തേപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അലക്കാൻ നിൽക്കലും മുറ്റടിച്ചോരലും പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ പണികളൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്ത് കൂടെ കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്.
അങ്ങനെ നമ്മുടെ അലക്കലും പുല്ലുപറിയും റിച്ചുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇതേമാതിരി ഞങ്ങൾ രാവിലെ അവനെ എണ്ണയിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തൊക്കെ എന്തെങ്കിലും പരിപാടിയായിട്ട് എടുക്കുക. എന്നെങ്കിലുള്ള ഇപ്പോൾ നമ്മൾ എണ്ണ തേച്ചിട്ട് നമുക്കൊരു കാര്യം ഉണ്ടാവുള്ളൂ. ഒരു കുളിച്ച പാടെ എണ്ണ തേച്ച പാടെ കുളിച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഒരു അരമണിക്കൂർ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ ഏർപ്പെടുത്തിയിട്ട് അവനെ സമയം കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ അവന് വലിയ കുഴപ്പമൊന്നുമില്ല എണ്ണ തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം നടക്കണേനൊന്നും. പിന്നെ ഒക്കെ കഴിഞ്ഞ് കുളിച്ച് നമ്മൾ റൂമിലേക്ക് വന്നിട്ട് അവന് ലോഷനും പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അവന് സുന്ദര കുട്ടപ്പനാക്കി. പിന്നെ ഞാൻ അലക്കുമ്പോൾ ഞാൻ വേറെ ഡ്രസ്സാട്ടോ ഇടാറ്. അല്ലെങ്കിൽ അതിന് കൂടെ ആകെ വെള്ളമാവും. അലക്കലും അവന് കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മേത്ത് കൂടെ ഒക്കെ ആകെ വെള്ളമാവും. അപ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് അലക്കാനൊക്കെ നിൽക്കലും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവന് സുന്ദര കുട്ടപ്പനൊക്കെ ആക്കി നിർത്തിട്ട് ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ അവന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചതും. അപ്പോൾ ഞാൻ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പാലും മുട്ടയാണ് കൊടുക്കാറ്. അപ്പോൾ ഒന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ രാജേട്ടൻ രാവിലെയാണ് വന്നത്. അതുകൊണ്ട് ഉണ്ടായിരുന്ന പാല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കഞ്ഞിയും പിന്നെ കിഴങ്ങ് വറുത്തതും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവന് കിഴങ്ങ് വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മുടെ കഞ്ഞിയും കിഴങ്ങ് വറുത്തതൊക്കെ റെഡി ആയിട്ട് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടോ. ഇതും അവൻ തന്നെ കേട്ടോ കഴിക്കാറ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ 10 മണിക്കൊക്കെ കൊടുക്കണമൊക്കെ അവൻ തന്നെ സ്വയം കഴിക്കാറാണ് പതിവ്. അല്ലാത്ത ടൈമിലൊക്കെ ഉച്ചയ്ക്കാണെങ്കിലും ഇപ്പോൾ രാത്രിക്കാണെങ്കിലും ഭക്ഷണം നമ്മൾ വാരി കൊടുക്കുകയാണ് ചെയ്യാറ്. എന്താ പറയുക, അവന് നേരെ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അവിടെ ഇവിടെയും പോവുകയും ചെയ്യും, നേരെ വയറ്റിലേക്ക് എത്തില്ല. അപ്പോൾ അതിന് ചോറൊക്കെ ഞാൻ തന്നെ വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും കഴിക്കാത്ത കേടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നമ്മൾക്ക് എന്തെങ്കിലും പുറത്തേക്ക് പെട്ടെന്ന് പോകണതോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി കൂടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതേമാതിരി കൊണ്ടുപോയി കൊടുത്താൽ അവൻ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേമാതിരി ചെറുതായിട്ട് മഴ ചാറ്റലുണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചാറ്റലാണ്. ഇപ്പോഴൊക്കെ നല്ല വെയിലുണ്ട്. പക്ഷെ എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തുണി എടുക്കണ്ട വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പുറത്തു കൂടെ പോയി നടക്കേനും. അപ്പോൾ അവൻ്റെ കഞ്ഞൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുരിങ്ങ കുറച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടൊന്ന് ഉച്ചയ്ക്ക് ചോറിന് മുരിങ്ങയും ചക്കക്കുരും കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിങ്ങ ഉണ്ടാക്കാം. ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഒപ്പം അവനും കൂടെ വരും കേട്ടോ. കുറച്ചേരൊക്കെ നല്ല രീതിക്ക് എടുത്തു. പിന്നെ അവനത് പിത്തനെ കാട്ടിയിട്ട് ഓരോന്ന് കാട്ടിൽ കൂട്ടിലെടുത്തി. പിന്നെ അവന് വണ്ടിമേക്ക് പോയിട്ട് വണ്ടിയിൽ കളിക്കാൻ കേട്ടോ. പിന്നെ കുറേ നേരം വണ്ടിയിൽ കളിച്ചിരുന്നേ. രാവിലത്തെ കഞ്ഞുടീൻ്റെ കോലാണ് കേട്ടോ ഈ കുപ്പായത്തിലൊക്കെ കാണുന്നത്. അപ്പോൾ ആകെ കുപ്പായത്തിൽ കൂടെ ഒക്കെ ചീത്തയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് പുതിയ ഡ്രസ്സ് വേണമെന്നിട്ട് വാശി പിടിച്ചിട്ട് അതൊക്കെ നമ്മൾ എടുത്ത് കൊടുത്തിട്ടോ. പിന്നെ നല്ലൊരു മഴ നമുക്ക് ഉണ്ടായേ. ഞാൻ നേരത്തെ ഡ്രസ്സ് എടുക്കാൻ ഒന്ന് ചാറി നിന്നപ്പോൾ ഒന്ന് പോയി നോക്കിയൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും ചാറിലിരുന്നു. പിന്നെന്താ കുറേ കഴിഞ്ഞ് നല്ല മഴ പെയ്തു. മഴ അപ്പോൾ നമ്മൾ കുറേ നേരം മഴയൊക്കെ കണ്ടിട്ട് പുറത്തുതന്നെ ഇരുന്നു കേട്ടോ. കാറ്റടിക്കുമെന്നുള്ളൊരു പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പുറം ഇപ്പുറം 1-2 മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോരോ ഇത് കേൾക്കുന്നുണ്ടല്ലോ, അവിടെ ഇവിടെയും മരങ്ങൾ ഇടിഞ്ഞു അല്ലെങ്കിൽ കൊമ്പ് പൊട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പേടിയിൽ ഇനി കാറ്റടിച്ചാൽ ഉള്ളിൽ നിന്നാലും അറിയില്ലല്ലോ വിചാരിച്ചിട്ടാണ് കുറേ നേരം പുറത്തുനിന്ന്. അപ്പോൾ കാറ്റും വല്ലാതൊന്നും ഉണ്ടായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ റൂമിൽ കയറിയിട്ട് കുറേ നേരം കളിച്ചിട്ടോ. എൻ്റെ ട്രൈപ്പോഡിൻ്റെ അതൊക്കെ അവന് ഇപ്പോൾ രണ്ടാമത് മേടിച്ച ട്രൈപ്പോഡാണ് കേട്ടോ ഇപ്പോൾ ഇത്.
അതും അവൻ തന്നെ എന്നിട്ട് കേട് വരുത്തി. ഇപ്പോൾ തൽക്കാലത്തിന് ഞാനൊരു റിബൺ എടുത്തിട്ട് കെട്ടിയിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റൂമിൽ കയറിയപ്പോൾ ഞാൻ ഫോൺ കയ്യിൽ യൂസ് ചെയ്തിട്ട് എടുത്തതാണ്. അങ്ങനെ റൂമിലിരുന്ന് കളിക്കുന്നതിനിടയിൽ സമയം പോയത് അറിഞ്ഞതില്ല. പുറത്തിറങ്ങി നോക്കുമ്പോൾ മഴയൊക്കെ ചോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ചോർന്ന് കഴിഞ്ഞപ്പോൾ ഒരു 12 മണി 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മുരിങ്ങയും ചക്കക്കുരുവാണ് കൂട്ടാനുണ്ടാക്കിയത്. അതിന് രണ്ടാമത് നമ്മൾ മീനൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മീൻകാരനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിരിക്കുക. അവന് ഹൽവ കണ്ടു കേട്ടോ. അപ്പോൾ അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മുറിച്ചു കൊടുത്തു. പകുതി കഴിച്ചിട്ട് പിന്നെ പകുതി എനിക്ക് തരിക കേട്ടോ ചെയ്തത്. അവന് ഷട്ടാണ് അവിടെ കിടക്കും മുളകും പൊടിയാണ്. ഇതെന്താ മുട്ട അടക്കി അടക്കി കിച്ചന് പൊട്ടിക്കാൻ കേട്ടോ. നമ്മ പൊട്ടിക്കട്ടോ. മുട്ട പൊട്ടിച്ച്
അങ്ങനെ മഴ കഴിഞ്ഞുള്ള അവസ്ഥയാണ് കേട്ടോ. നമ്മുടെ മുറ്റത്ത് ആകെ വെള്ളം നിറഞ്ഞിക്ക്. ഇപ്പോൾ കുറച്ചായിട്ട് മുറ്റത്ത് കൂടെ ഇറങ്ങാൻ തന്നെ കോലം, നല്ല വഴുക്കൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിച്ചൂട്ടിനൊക്കെ പുറത്തേക്ക് ഇറക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അവനാണെങ്കിൽ മണ്ടി എപ്പോഴും മുറ്റത്ത് കൂടെ മണ്ടി കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പിന്നെ മഴയായതുകൊണ്ട് പിന്നെ അങ്ങനെ വല്ലാതെ പുറത്ത് ഇറങ്ങാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയും മുരിങ്ങക്കറിയൊക്കെ വെന്ത് അവന് ചോറ് കൊടുക്കുക കേട്ടോ. ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ചേരൊക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവന് ചോറ് കൊടുത്തിട്ട് അവൻ കളിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ ഞാൻ ചോറിഞ്ഞും പിന്നെ കഴിഞ്ഞാൽ റിച്ചൂട്ടൻ നമ്മൾ ഉറക്കുക കേട്ടോ ചെയ്യാറ്. ഹായ്, ഞാൻ ഒങ്ങാൻ പോവാണ്. കൊച്ചഞ്ഞിട്ട് കാണാ. ഞങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യോണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യോണ്ടോ, ചെയ്യണട്ടോ. പറ, ചെയ്യണം പറ. ഉച്ചൂൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണട്ടോ. ടാറ്റാ. അങ്ങനെ നമ്മുടെ റിച്ചൂട്ടൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റിച്ചൂട്ടൻ്റെ ഉച്ച വരെയുള്ളൊരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ റിച്ചൂട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.